തേൻ മഴയായി പാടുകാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. താഴമ്പൂ മണമിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ. ഒഴുകുന്ന താഴമ്പൂ മണമിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ. ഒരു കുന്നു കൂടുന്നിതാ, ഒരു കുന്നു കൂടുന്നിതാ, മലർക്കൊമ്പിലേതോ കുയിൽ. കടൽ പെറ്റൊരേ മുത്തു ഞാനെടുക്കും കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിന്റെ നാണം പോ അരികത്തു നിൽക്കുന്നു നീ. തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിന്റെ നാണം പോ അരികത്തു നിൽക്കുന്നു നീ. ഒരു നാടൻ പാട്ടായിതാ, ഒരു നാടൻ പ്രേമത്തിൻ്റെ നിലയ്ക്കാത്ത പാട്ടായിതാ. കടൽ തിരയാടുന്നിതേ മണലിൽ കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. ശിവാനി, സൂപ്പർ സോങ് സെലക്ഷൻ. ആരാ സെലക്ട് ചെയ്തേ? ഇത് ചാനൽ തന്നതാ. ആണോ? എന്തായാലും ചാനലിൽ ഒരു വലിയ കൈയടി. സൂപ്പർ. ഓക്കെ, MG സർ. ശിവാനി സാർ, ഈ പാട്ട് സെലക്ട് ചെയ്തതിന് ഞാൻ ഒരു 10,000 കൈയടി അങ്ങ് തരും. കാരണം ഒരു രക്ഷയില്ല. കാരണം എനിക്ക് സലിൽദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സാധാരണ എല്ലാ ചാനലിലിരുന്ന് പറയാറുണ്ട് എൻ്റെ അമ്മാവനാണെന്ന്. കുറെ കുട്ടികളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. അത് കൊച്ചുകുട്ടികളായിരുന്നുകൊണ്ട് വിശ്വസിച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ശരിക്കും എൻ്റെ അങ്കിളിന്റെ ഒരു സ്ഥാനമാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഒരു എന്താ. ഇപ്പൊ ദേവരാജൻ മാസ്റ്റർ, ഞാൻ ഐ കൺസിഡർ ഹിം ആസ് മൈ മ്യൂസിക്കിന്റെ അച്ഛനായിട്ട് ഞാൻ കാണുന്നു. എത്രയാണ് ഹിറ്റ്സ് തന്നിരിക്കുന്നുള്ള കാര്യം അറിഞ്ഞത്. ഏത് പാട്ടെടുത്താലും നമുക്ക് പെട്ടെന്ന് ആ അന്തരീക്ഷം ഒന്നീ ശോകമൂകമാക്കും, അല്ലെങ്കിൽ ഹാപ്പിനെസ് കൊണ്ട് നിറയ്ക്കും. അത് റിയലായിട്ട്. പിന്നെ അതിനൊക്കെ മുമ്പ് ശിവൻ ചേട്ടനെടുത്ത പടമുണ്ട് സ്വപ്നം. അതിൽ വാണിയമ്മ പാടിയ പാട്ടുണ്ട്, അറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ വാണിയമ്മ പാടിയത്?
സൗരയുധത്തിൽ വിടർന്നൊരു കല്യാണ സൗഗന്ധികമാണീ ഭൂമി, അതിൽ സൗവർണ്ണ പരാഗമാണോ അതിൽ സൗരഭമാണെന്റെ സ്വപ്നം 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 സ്വപ്നം. നിന്നെ ഞാൻ എന്തു വിളിക്കും, ആരും കാണാത്ത താനീനിൽ താരാരമല്ലോ പിന്നെ അതിന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല കേട്ടോ. പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ അർദ്ധരാത്രി വരെ പറയും, ഞാൻ അതിരാവിലെ വരെ പറയും. വളരെ നന്നായിരുന്നു കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പിന്നെ ഇതിന്റെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടുക്കാച്ചി സംഗതികളാണ്. അപ്പൊ മോക്ക് എങ്ങനെ ധൈര്യം വന്നത് എടുക്കാൻ? ഞാൻ ഈ പാട്ട് കിട്ടിയ സമയത്ത് ഒരു ട്രോമയിലാണ്, എങ്ങനെ ഞാനിവിടെ പാടും. അല്ല, കുറച്ച് സംഗതികളൊക്കെ നന്നായിട്ട് പാടി കേട്ടോ, കുറച്ച് സംഗതികളെ പാടി. പക്ഷെ അതിന്റെ ലാസ്റ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഗ്രേഡ് കൂടി വരും. അപ്പൊ ആ സംഗതികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പാടുമ്പോഴാണ് നമുക്ക് ഒരു ഫുൾനെസ് വരുന്നത്. പക്ഷെ ഒപ്പിച്ചു. പിന്നെ ആ തേന്മഴ, അത് തന്നെ, തേന്മഴയിലാണ് കൂടുതൽ സംഗതികൾ വരുന്നത്. പിന്നെ അനുരാഗ ഗാനം പോലെ അതൊന്ന് പാടാവോ? തഴുകുന്ന താഴമ്പൂ മണമിതു പറയാതെയോർത്തിടും പറയാതെയോർത്തിടും അനുരാഗഗാനം പോലെ. സവാഷ്, പാടിയപ്പോൾ പോയതാണ്, നന്നായിരുന്നു. അതുപോലത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ വലിയൊരു പരുക്കുകൾ എനിക്ക് തോന്നിയില്ല. അപ്പൊ ഈ സംഗതികളൊന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് വരും കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്. ഓക്കെ, ഷാനിക്ക. ശിവാനി സാർ, ശിവാനി സാധാരണ അവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ കോൺഫിഡൻസിലാണ് എല്ലാ പാട്ടും പാടാൻ. ഭയങ്കര വൈബ്രന്റ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്, ചിയർഫുൾ ആണ്. ആ, അതായത് ഈ പാട്ട് ഞാൻ പൊളിച്ചടുക്കുന്നുള്ള ഒരു മൂഡിലാണ് ശിവാനി അവിടെ എപ്പോഴും വന്ന് നിൽക്കാറ്. ഇത് അതല്ല, ഇപ്പോഴും മുഖത്ത് ഒരു ചെറിയൊരു അതെനിക്ക് അത് പാടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ട്. ആ ഓക്കെ. മെയിനായിട്ട് ആ തേന്മഴയായി ആ റിപ്പീറ്റിൽ വരുന്ന ആ ഒരു പ്ലാൻ, അവിടെയാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ ചെറിയൊരു ചളുക്ക് വീണിട്ടുള്ളത്. പക്ഷെ കുറെ ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു ശിവാനി. ഇറ്റ്സ് റിയലി ഗുഡ്. കുറെ ഭാഗത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മെയിൻ കോർ പോയിന്റ് മാത്രം ചെറുതായിട്ടൊന്ന് ചടങ്ങിയിട്ടുണ്ട്. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അത് ഒന്ന് കറക്റ്റ് ചെയ്യുക അത്ര കേട്ടോ. ശിവാനി, സാർ, ഉഗ്രൻ സെലക്ഷനടാ, അസാധ്യ പാട്ട്. ഓ ഇല്ല, ഇദ്ദേഹം ചെയ്തേക്കുന്ന എല്ലാ പാട്ടും ഇങ്ങനെ റേഞ്ചാണ്. അത് മാത്രമല്ല, തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര. ഏത് പാട്ടെടുത്താലും അത് തുടങ്ങുമ്പോൾ അറിയാൻ സലിതാടാണ്, എന്നാലും ഒരു പാട്ട് തമ്മിൽ ബന്ധവുമില്ല. അങ്ങനെ ഒരു വളരെ സെൻസിറ്റീവ്. അത് മാത്രമല്ല, പെട്ടെന്ന് പാട്ട് ഓർമ്മ വന്നേ, ഓർമ്മകളെ കൈവള ചാർത്തി. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. എത്ര പാട്ടുകൾ. അപ്പൊ ഇതിൽ ഈ എന്താ പറയണ്ടേ, ഈ ചതിക്കുഴികൾ എന്ന് പറഞ്ഞ പോലെ കുറച്ച് കുഴി കുഴിച്ചിട്ടിട്ടുണ്ട് സ്ഥലത്ത്. ആരാണെങ്കിലും വീഴും അവിടെ. അപ്പൊ അതങ്ങോട്ട് ശിവാനിക്ക് അതങ്ങോട്ട് ആ സംഗതി പോർഷൻ മാത്രം അങ്ങോട്ട് ശരിക്ക് പാടാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല. അത് ഇന്നത്തെ ദിവസം ചിലപ്പം ശിവാനിക്ക് അത് തുണച്ച് കാണത്തില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് അതിൻ്റെ അനുപല്ലവിയിൽ പറയാതെ ഓർത്തിടും. ഈ അനുരാഗം അങ്ങനെ അല്ലായിരുന്നല്ലേ എൻ്റെ അനുരാഗം. പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ. അതിപ്പോ ശരിയായല്ലോ. തരി നാന അനുരാഗഗാനം കേട്ടോ. അതായിരുന്നു സലിത ചെയ്തിരുന്നത്. പിന്നെ അവസാനത്തെ സംഗതി, അത് അന്തപ്പെട്ടാൽ അതിനൊരു ക്ലാരിറ്റി വേണം. അതൊന്ന് പാടാമോ കൃത്യമായിട്ട്? അതൊന്ന് ഇച്ചിരി സ്ലോ ആയിട്ട് പാടിയാലും മതി ശിവാനി, അത്ര പറക്കണ്ട. അതല്ല അത് ശരിയായി. അങ്ങനെയുണ്ടോ മോള്? അതാണ് കറക്റ്റ്. ഓൾമോസ്റ്റ്
അതെ ആ അത് ശരിയായിക്കൊള്ളാം കേട്ടോ. ഇതുകൊണ്ട് പ്രകാരം ഇങ്ങനെയുള്ള പാട്ടുകൾ എടുക്കും. അതിൽ പ്രധാനമായിട്ടുള്ള ഈ ഏരി ഇപ്പം കേൾക്കാനിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും കാതൽ തേൻ പക്ഷെ ആ സംഗതി വരുമെന്ന് നോക്കട്ടെ അതാണ് എന്ന് പറഞ്ഞിരിക്കുന്നവര് കുറെ പേര് അത് പോയി. അത് ഞാൻ പറഞ്ഞില്ലേ അത് പോയി. കാരണം അത് മനസ്സിൽ സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള സംഗതികളാണ് ഇത്. ചില ഏരിയ വരുമ്പോഴത്തേക്കും ഞെട്ടിപ്പോവും. അപ്പൊ എന്തെങ്കിലും ഈ പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് വന്നു ശിവാനി 123 മാർക്ക്. മഞ്ജരി ചേച്ചി. ശിവാനി ചേച്ചി മോളെ, ഇത് എനിക്കും എല്ലാവരും പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ്. കാരണം ഇത് സലീൽദായുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വികാരമാണ് ആ പാട്ടുകളോട്. ഈ പാട്ട് സ്പെഷ്യലി കാതിൽ തേൻമഴ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന സംഗതികൾക്കാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത്. എല്ലാവരും ആ സ്ഥലം എത്തുമ്പോഴത്തേക്ക് എവിടെ നോക്കട്ടെ എന്നുള്ളൊരു സംഭവം വരും. അവിടെയാണ് മോൾക്ക് കുറച്ചൊന്ന് തെന്നിപ്പോയത്. അപ്പം അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് വരുള്ളൂ. അപ്പം അത് നല്ലോണം മോളൊന്ന് ശ്രമിക്കുക. അതേപോലെ ആലാപ്സ് വരുന്നില്ല അതിനിടയിൽ അവരൊരു സാധനല്ലേ, അതൊന്നും ക്ലിയർ ആയിരുന്നില്ലടാ. അതൊക്കെ കുറച്ചൊന്ന് ക്ലിയർ ആക്കണം. കാരണം പാടുന്നത് ഏത് സംഗതിയാണെങ്കിലും അത് ക്ലിയർ ആയിട്ട് പാടാന്നുള്ളത്, അത് വൃത്തിയായിട്ട് പാടുക. കാരണം അത് അവിടെയല്ല ഇവിടെ അല്ലാത്തൊരവസ്ഥ വരരുത്. സലീൽദായുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്തുമാത്രം ആരാധനയാണെന്നറിയാം അദ്ദേഹത്തിന്റെ സംഗീതം. അദ്ദേഹം ഇപ്പം ബംഗാളി എത്രയോ പാട്ടുകൾ മലയാളത്തിലുള്ളത് തന്നെ ബംഗാളി ട്യൂൺസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം. അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട. ഒരു കംപ്ലൈന്റ് ആണ്. അശ്ശോ. കംപ്ലൈന്റ് എന്റെ വലതുവശത്ത് നിൽക്കുന്ന കൊച്ചിനെ കുറിച്ചാണ്. പാറു, യെസ്, കേക്കണം. അത് കേൾക്കാനാണ് നമുക്ക് താല്പര്യം. പറയൂ. അവൾ എന്നെ ഉപദ്രവിക്കും നന്നായിട്ട്. വാട്ട്? ഇന്ന് രാവിലെ തൊട്ട് എന്നെ ഇങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കുക. അത് ഇവളാണ് ആദ്യം ഭീഷണിപ്പെടുത്തുക. എന്ത് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത് ശിവാനി? എന്താടി എന്നൊക്കെ ചോദിച്ച് ലൈക് റൗഡിയാണ്. റൗഡിയാണ് ഇവിടുത്തെ. അത് ശരി. പാറു എന്തിനാ? അല്ലായിരുന്നല്ലോ പാറു. ഇവളാണ് ആദ്യം തുടങ്ങിയത്. ഇവളിങ്ങനെ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ആയത്. കുറുമ്പി പാറു. പാറുവിന്റെ ഭരണമാണോ ഇവിടെ നടക്കുന്നത്? അതായത് സഞ്ജയ് ആണ് എല്ലാരും പിച്ചു മാധവ് അള്ളുവാ ചെയ്യാ. സ്നേഹം കൊണ്ടാണോ പാറു? ഞാൻ ഒന്നും ചെയ്യില്ലാതെ ഇതിങ്ങനെ കൊടുക്കും. ഇത്രീ പറയുന്നു ഇല്ല. പെട്ടെന്ന് ആ കിലുക്കത്തിലേത് തോന്നി കേട്ടോ. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് പിച്ചി. അവള് അപ്പൊ അവളുണ്ടല്ലോ എന്നെ ഇങ്ങനെ. ഇവളീ കാണുന്ന പോലെ ഒന്നും അല്ല. അവള് വെറുതെ ആരും അറിയണ്ടൊന്ന് വന്നിരുന്നു നോക്കാം. അപ്പൊ ഇവളുടെ തനി സ്വഭാവം പുറത്ത് കാണാം. സ്വഭാവം അല്ല സ്വഭാവം. സൂപ്പർമാന്റെ കേപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുക. നമുക്കിപ്പോ അവിടെ വന്നിരിക്കാനും പറ്റില്ല, അവള് കാണും. അതാ സോറി, ഞാൻ നല്ല കുട്ടിയായിക്കോളാം. ശരി ചേച്ചി മാർക്ക് കൊടുത്തു വിടും. എന്റെ പൊന്നെ, ഇപ്രാവശ്യത്തെ ഇതിനകത്തൊരു വെപ്രാളവും ഒരു സ്റ്റഡിനെസ് കുറവുണ്ടായിരുന്നത് കൊണ്ട് 8.6. താങ്ക് യു ചേച്ചി. ചേച്ചി പൊന്നേന്നൊന്നും വിളിക്കണ്ട കേട്ടോ. മുത്തേന്ന് വിളിക്കാം. വേണ്ട, ഇവിടെ ഒന്നും വിളിക്കണ്ട. ഷാനിക്ക. ശിവാനി, പയറോ എനിക്ക് എന്റെ പെങ്ങളെ തൊട്ട് കളിച്ചാൽ എനിക്ക് പൊന്നേ ഇല്ല, തീക്കളി മോളേ ഇല്ല, മുത്തേ ഒന്നുമില്ല, മുത്തേ ഇല്ല, ഒന്നുമില്ല. ശിവാനി പറഞ്ഞോട്. 8.6. താങ്ക് യു സർ. എംടി സർ. ഞാനും 8.6 ആണ്. പക്ഷെ എന്റെ മാമന്റെ പാട്ടായതുകൊണ്ട് 8.7. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. പാറു, ഇവള് നിന്നെ ഉപദ്രവിച്ചോ? ഇടി ഇരുമ്പേ തുരുമ്പ് പിടിച്ചത്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരു കെട്ടാന്ന് എനിക്ക് മനസ്സിലായി. അതെ ഇല്ല ശിവാനി. ടോട്ടൽ മാർക്ക് 25.9. ഇറങ്ങിക്കോ. പാറുവിനെ തൊട്ട് കളിച്ചാൽ ആ കളി തീക്കളി. സൂക്ഷിച്ചോ. സൂക്ഷിച്ചോ.